ഹലോ എവ്രി വൺ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ആർക്കിസോൾ ഡിസൈൻ സ്റ്റുഡിയോ. ഞാൻ ഇന്ന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ആയ ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റാണ്. ലൊക്കേഷൻ ബാംഗ്ലൂരാണ്. ഈ പ്രൊജക്റ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു സ്പേസിങ്ങിനെ പറ്റി പറയാം. ഒരു 700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ലിവിങ് കം ഡൈനിങ്, 2 ബെഡ്റൂം, ഒരു കിച്ചൺ വരുന്ന ഒരു നോർമൽ ഫ്ലാറ്റാണിത്. എൻ്റെ ക്ലയൻറ്റ് മിസ്റ്റർ റഹീം എന്നെ അപ്രോച്ച് ചെയ്ത ടൈമിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണം, അതിനോടനുസരിച്ചിട്ടുള്ളൊരു കളർ പാലറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ ഒരു ഗ്രീൻ, ഒരു ബീച്ച്, വുഡൻ കളർ തീം നമ്മളിതിൽ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേ കളർ പാലറ്റ് തന്നെ നമ്മൾ TV യൂണിറ്റിൻ്റെ ബാക്ക് ഡ്രോപ്പിലാണെങ്കിലും ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓൾസോ വി ഹാവ് ഗിവൺ സം മിറർ എലമെൻറ്റ്സ് ബിസൈഡ് ടു ദ TV വാൾ. അപ്പോൾ ഇതെല്ലാം ആ ഒരു സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. ഈവൻ ദ ഡൈനിങ്ങിൽ നമ്മൾ ഒരു ആക്സൻ കളറായിട്ട് ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ടോട്ടലി നമ്മളൊരു വുഡൻ കോൺസെപ്റ്റിൽ പോവാതെ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിംഗ് ആയിട്ട്, ഡൈനിങ് ടോപ്പിംഗ് ആയിട്ട് നമ്മൾ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ അതേ കളർ ഷെയ്ഡ് തന്നെ കിച്ചണിലോട്ടും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈവൻ കിച്ചൺ നോക്കുകയാണെങ്കിൽ ബീച്ച് ഷെയ്ഡ് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ എലമെൻ്റ് ആയിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസസിലുള്ള ഷട്ടേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നാനോ വൈറ്റ് ആണ് നമ്മൾ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം വരുമ്പോൾ നമ്മൾ ഈ ഒരു കളർ പാലറ്റ് തന്നെ ഫോളോ ചെയ്യണം എന്നായിരുന്നു നമ്മളുടെ കോൺസെപ്റ്റ്. പക്ഷേ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് എലമെൻറ്റ് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂമിൽ വേണമെന്ന് വിചാരിച്ചിട്ടുകൊണ്ട് തന്നെ ആ ഒരു കളറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ കളർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈവൻ ദ സോഫ്റ്റ് ഫർണിഷിങ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ബ്രാസിൽ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ ദ സ്കേർട്ടിങ് ഓഫ് ദ സൈഡ് ടേബിൾ നമ്മൾ ബ്രാസിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പായിട്ട് വുഡൻ പാനലിങ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സൈഡ് ടേബിളെല്ലാം വൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ സോഫ്റ്റ് ഫർണിഷിങ്ങിൽ വരുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം ആ റൂമിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്ലൈഡിങ് വാർഡ്രോബ് വരുന്നുണ്ട്. അതുപോലെ കുറച്ച് ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അത്രയാണ് നമുക്ക് ആ ബെഡ്റൂമിനെ പറ്റി പറയാനുള്ളത്. കിഡ്സ് ബെഡ്റൂമിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നേരത്തെ കണ്ട അതേ കളർ പാലറ്റ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ബട്ട് സോഫ്റ്റ് ഫർണിഷിങ്ങിലാണ് നമ്മൾ ആ ബീച്ച് ഷെയ്ഡ് കുറച്ചും കൂടിയും എവിഡൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഡ്രോപ്പിൽ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾപേപ്പറും അതുപോലെ തന്നെ ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന വാർഡ്രോബ്സും വുഡൻ കോഡ്സൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ട്വിൻ ബെഡായിട്ടാണ് നമ്മൾ ഈ ഒരു റൂം ചെയ്തിട്ടുള്ളത്. Hi, I am Rahi and this is Shaina and my 2 beautiful daughters Zia and Zena. Most challenging part of our journey was go with the best interior designing team, where to start and how to process. Everything was in a confused mode. Meanwhile, one of my friends suggested me, introduced me about the Arkisoul Design Studio and Miss Sri Lakshmi and Mr. Akil. And after that, it was a fantastic journey. We started discussing about our requirements and shared our thoughts and ideas to them. And they helped us a lot to understanding how should the house look like, and mainly we suggested about how the more space should be there. Even it is a 2 BHK, I need more space, as well as it should like the colors should be very pleasant. And after multiple discussions and sittings, and we came to a very good design which suits us, which likes us, and we stop the design there and we go for the implementation. And during this implementation phase of this design, they helped us every steps till end of this entire process. And I need to condemn them, their passion, their professionalism, everything. And every friends who came here, she used to applaud the design, how the house looks like, everything. Mainly, I'm very happy that my parents as well as kids, everyone enjoy in our new house. And thanks again Arkisoul Design Studio
who makes our dream into reality.